സ്ട്രോക്കിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മസ്തിഷ്കത്തിലോട്ട് ഉള്ള രക്തപ്രവാഹം തടസ്സപ്പെട്ടിട്ട് അവിടെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് ബെഡ് റിഡനായിട്ട് ഒരു ഭാഗം തളർന്നു പോയ ഒരു രോഗിയായിരിക്കണം. മിക്കവാറും എല്ലാവർക്കും അങ്ങനത്തെ ഒരു പിക്ചറാണ് മനസ്സിലുണ്ടാവുക. ലൈക്ക് ഒരു വൺസ് ഇൻ ലൈഫ് ടൈം നമുക്കൊരു 1 in 6 ആണ്, അതായത് 6 പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ മരണനിരക്ക് എടുത്തു കഴിഞ്ഞാൽ, മരണകാരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ സ്ഥാനമാണ് സ്ട്രോക്കിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രോക്കിൻ്റെ ഗ്രാവിറ്റി, ആ ഒരു അസുഖത്തിൻ്റെ ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവാം. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ രക്തപ്രവാഹം തടസ്സപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രോബ്ലം ആണല്ലോ. അത് നമുക്ക് 2 തരത്തിൽ അതിനെ തരംതിരിക്കാം. ഇസ്കീമിക് സ്ട്രോക്ക് എന്നും ഹെമറാജിക് സ്ട്രോക്ക് എന്നും. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അവിടേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് വരുന്നതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഹെമറേജ് എന്ന് പറയുമ്പോൾ രക്തക്കുഴൽ പൊട്ടിയിട്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടാവുന്നതിനാണ് ഹെമറേജ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇസ്കീമിക് സ്ട്രോക്കാണ്. അപ്പോൾ അതിന് തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ലൈക്ക് നമുക്ക് അറിയാം, ഹാർട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ മേജർ ധമനികളിൽ കൂടി അത് ബ്രാഞ്ച് ചെയ്തിട്ട് പല ഭാഗത്ത് ബ്രെയിനിൽ സപ്ലൈ ചെയ്യും. അപ്പോൾ അത് ഈ ധമനികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം കൊണ്ട് വരാം. ലൈക്ക് നമുക്ക് കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ എന്ന് പറയും, അത്രോസ്ക്ലിറോസിസ് എന്നൊക്കെ പറയും. കൊളസ്ട്രോൾ അവിടെ അടിഞ്ഞു കൂടിയിട്ട് ആ രക്തക്കുഴലിന് നാരോയിങ് വരുന്ന അവസ്ഥ, ചുരുങ്ങി പോകുന്ന അവസ്ഥ, അതിനാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. അത് മേജർ കോസ് ഓഫ് സ്ട്രോക്കാണ്. അത് വലിയ രക്തക്കുഴലിനെയും ബാധിക്കാം, ചെറിയ ചെറിയ ബ്രാഞ്ചസിനെയും ബാധിക്കാം. രണ്ടാമത്തെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എംബോളിക് എന്ന് പറയും. എംബോളിക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്ലഡ് പമ്പ് ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും ഒരു ക്ലോട്ട് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടെ ഇപ്പോൾ വാൽവിന് പ്രോബ്ലം ഉള്ള രോഗികളുണ്ടാവും, ഹാർട്ട് അറ്റാക്ക് വന്നവരുണ്ടാവും, പമ്പിങ് ഫങ്ഷൻ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവരുണ്ടാവും, ചിലപ്പം ഇടുപ്പിന് പ്രോബ്ലം ഉള്ളവരുണ്ടാവും, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയും. അതുകൊണ്ട് അവിടെ ഒരു ക്ലോട്ട് വന്നാൽ അത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ അത് നാച്ചുറലി ആ ധമനികളിൽ കൂടി ആ ക്ലോട്ട് പോകും. അത് എവിടെയാണോ എത്തിപ്പെടുന്നത് അവിടെ അത് തങ്ങി നിൽക്കുകയും അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുകയും ചെയ്യും. അതിനാണ് എംബോളിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി വേറൊരു വിഭാഗമുണ്ട്, ലൈക്ക് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ BP കുറഞ്ഞു പോവുക. അതായത് ആ പ്രഷർ, പമ്പ് ചെയ്യുന്ന പ്രഷർ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ചെറിയ ചുരുക്കവും കൂടി ഈ വെസൽസിലുണ്ടെങ്കിൽ അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളെന്ന് പറയാം, വാട്ടർഷെഡ് ഇൻഫാക്ട്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന ഭാഗത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വാട്ടർഷെഡ് ഇൻഫാക്ട്സ് വരും. ഹൈപ്പോ പെർഫ്യൂഷൻ സ്ട്രോക്ക് എന്നാണ് അതിന് പറയുന്നത്. ഇതാണ് മേജറായിട്ട് നമുക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻസ്, നമുക്ക് ഏത് ഭാഗത്താണ് സ്ട്രോക്ക് വരുന്നത് എന്നനുസരിച്ചിരിക്കും, എവിടെയാണ് ഈ രക്തോട്ടം കുറയുന്നത് എന്നനുസരിച്ചിരിക്കും. അതായത് ബ്രെയിനിന് പല ഭാഗങ്ങളുണ്ട്, പല ഭാഗത്തിനും വേറെ വേറെ ഫങ്ഷൻസാണ്. അതായത് നമ്മുടെ കൈ അനക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, കാഴ്ചശക്തി കൺട്രോൾ ചെയ്യുന്ന ഭാഗം, അങ്ങനെ പല പല ഭാഗങ്ങളാണ്. ഏത് ഭാഗത്തോട്ടാണോ രക്തോട്ടം കുറയുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ലക്ഷണങ്ങൾ വരിക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഫാസ്റ്റ് എന്ന് പറയും. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ FAST, ഫേസ്. അതായത് നമ്മൾ സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ നമുക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നിയാൽ ചിരിക്കാൻ പറയുമ്പോൾ 2 സൈഡിലും ഒരുപോലെ പോവുകയാണെങ്കിൽ നോർമലാണ്, ഒരു സൈഡ് പോകുന്നില്ല, അതായത് മുഖം കൂടിപ്പോവുക. അതുപോലെ തന്നെ എന്നുവെച്ചാൽ കൈ പൊക്കാൻ പറയുക, കൈ പൊക്കുമ്പോൾ കൈ പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ പൊക്കുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്. പിന്നെ സംസാരിക്കാൻ പറയുക, സംസാരിക്കുന്നതിൽ കുഴച്ചിൽ വരിക, അല്ലെങ്കിൽ വേർഡ്സ് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ T4 ടൈം, എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതല്ലാതെയുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കാഴ്ചയ്ക്ക് പെട്ടെന്ന് ഒരു കണ്ണിന് കാഴ്ച പോവുക, ഒരു ഭാഗം കാണാതെ വരിക, അതുപോലെ തന്നെ പറയുന്നത് ഇറിലവൻ്റ് ആയിട്ട് സംസാരിക്കുക, അതുപോലെ നടക്കുമ്പോൾ ആട്ടം വരിക, തലകറക്കം വരിക, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. പിന്നെ അതിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ലൈക്ക് നമുക്ക് ചെറിയ ഇപ്പം മിനി സ്ട്രോക്ക് എന്ന് പറയും. മിനി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചെറുതായിട്ടൊരു രക്തക്കുഴൽ അടഞ്ഞു, അത് ഭാഗ്യത്തിന് അത് ക്ലിയർ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇപ്പോൾ കൈ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ കൈക്ക് ബലക്കുറവ് വന്നു, മേ ബി നമ്മൾ വിചാരിക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ശരിയായി, ഒന്നും വേണ്ട.
പക്ഷേ അതൊരു വാർണിംഗ് സൈൻ ആവാം. അതിനാണ് ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക് വന്നാൽ രണ്ടാമത് മേജർ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈവൻ മിനി സ്ട്രോക്ക് ആണെങ്കിൽ പോലും അതിന് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. അതായത് എന്ത് കാരണം വെച്ചാൽ നമുക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ, അതായത് ഇങ്ങനത്തെ ബലക്കുറവോ ഈ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണം എന്നുള്ളതാണ്. ഇതിനുള്ള ചികിത്സാ രീതികൾ മരുന്ന് കൊണ്ടാണോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സർജറി ആണോ, ഏതാണ് ആദ്യം സജസ്റ്റ് ചെയ്യുക? മീൻസ് അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. ലൈക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രായം കൂടിയ ഒരാൾക്കാണ് സ്ട്രോക്ക് വരാൻ സാധ്യത എന്നാണ്. അപ്പോൾ ഏജ് ഒരു റിസ്ക് ഫാക്ടറാണ്. പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ യങ് ഏജിൽ തന്നെ, അതായത് 30-35 വയസ്സിന് അപ്പോൾ തന്നെ സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. അതുപോലെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ, കൂടുതലും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ അതും അമിതവണ്ണം, പുകവലി, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സാണ്. പ്ലസ് നമുക്ക് ഹാർട്ടിൻ്റെ അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. ഇതാണ് മേജറായിട്ടുള്ള കാരണങ്ങൾ. ഇത് ഈ ഒരു അസുഖം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക അല്ലേ? മീൻസ് ഇപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഏറ്റവും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു പ്രോപ്പർ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സ്ട്രോക്കാണെന്ന് പറയാൻ പറ്റും. ലൈക്ക് അതിൽ സ്ട്രോക്ക് മിമിക്സ് ഉണ്ട്. അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന ഡയബറ്റീസ് ഉള്ളവർക്ക് ഷുഗർ ഒത്തിരി കുറഞ്ഞു പോവുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ കൊണ്ട് തന്നെ ഇതുപോലത്തെ സിംറ്റംസ് വരാം. അതുപോലെ ഫിറ്റ്സ് ഉള്ള രോഗികളാണെങ്കിൽ ഫിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു വീക്ക്നെസ് വരാം. ടോഡ്സ് പാൽസി, പോസ്റ്റിക്കൽ പാൽസി എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം സ്ട്രോക്ക്, അതുപോലെ കൺവേർഷൻ ഡിസോർഡർ, മാനസികമായിട്ട് പ്രോബ്ലം ഉള്ളവർക്ക് ഒരു ഭാഗം തളർന്നു വരുന്ന, അതൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് നമ്മളൊരു എക്സാമിനേഷൻ കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും ഇത് സ്ട്രോക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ലൈക്ക് നമുക്ക് സ്ട്രോക്ക് 2 തരത്തിലുണ്ട്. ബ്ലീഡിംഗ് ഉണ്ട്, ഇൻഫാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണെന്ന് ആദ്യമേ ഡിഫറൻഷ്യേറ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഇമേജിംഗ് ആണ്, അതായത് സ്കാനാണ്. സ്കാനിൽ 2 തരം സ്കാൻ ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI ഉണ്ട്. CTയിൽ നമുക്ക് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്, അധികം പൈസ ചിലവില്ല, മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിൽ തന്നെയുണ്ട്. അപ്പോൾ വേഗം എടുക്കാൻ പറ്റും, അതിന് വേറെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ CT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിംഗ് റൂൾ ഔട്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് CT എടുക്കുന്നത് നമ്മൾ ബ്ലീഡിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ്. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്, സ്ട്രോക്ക് ആണെങ്കിൽ വ്യത്യാസമാണ്. പക്ഷേ സ്ട്രോക്ക് വരുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ 6 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പോൾ പുറകിൽ വരുന്ന ബ്രെയിൻ സ്റ്റെം സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണുന്നേ ഇല്ല. പക്ഷേ നമ്മൾ അതെല്ലാം ഇപ്പോൾ ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CT എടുത്തു. CT എടുത്തിട്ട് ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോ ചെയ്യും. CT ആൻജിയോ എന്ന് പറയും. രക്തക്കുഴലിൽ നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, മേജർ രക്തക്കുഴലിന് ചിലപ്പോൾ സ്റ്റിനോസിസ് വരാം. അപ്പോൾ അതാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്. അപ്പോൾ CT ആൻജിയോ എടുത്തു, നമുക്കൊരു ഐഡിയ കിട്ടി എത്ര മാത്രം മേജർ രക്തക്കുഴലിന് പ്രോബ്ലം ഉണ്ട്, ഇൻഫാക്റ്റ് ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. വേറൊരു സ്കാനിങ് മെത്തേഡാണ് MRI. ഡെഫിനറ്റ്ലി സുപ്പീരിയർ ആണ്, പക്ഷേ കോസ്റ്റ്ലി ആണ്, എല്ലായിടത്തും അവൈലബിൾ അല്ല. ടൈമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയും ടൈം ഇസ് ബ്രെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഈ സ്ട്രോക്ക് വന്നിട്ട് രക്തോട്ടം കുറഞ്ഞു പോകുമ്പോൾ കോശങ്ങൾ ഓരോ മിനിറ്റിലും മില്യൺസ് ഓഫ് കോശങ്ങളാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ, അതായത് നമ്മൾ പറയുന്ന 4.5 മണിക്കൂറാണ് ടൈം. 4.5 മണിക്കൂറിനകത്ത് നമുക്ക് എന്താ പറയുക, ഈ രക്തോട്ടം പുനഃസ്ഥാപിക്കാമെങ്കിൽ, റീസ്റ്റോർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറേ കോശങ്ങളെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ തൊലി പോയാൽ തൊലി റീജനറേറ്റ് ചെയ്യും. പക്ഷേ ബ്രെയിനിലെ കോശങ്ങൾ വൺസ് നശിച്ചു പോയാൽ അത് തിരിച്ചു വരില്ല. അതിനടുത്തുള്ള സെൽസാണ് അതിൻ്റെ ഫങ്ഷൻ എടുത്തിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബ്ലഡ് സപ്ലൈ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് MRI എടുക്കുമ്പോൾ അതിൻ്റെ ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അക്യൂട്ട് സ്ട്രോക്കിൽ MRI, അൺലെസ് നമുക്ക് ക്ലിനിക്കലി ഡിഫിക്കൽട്ടാണ്, അത് പറയാൻ സ്ട്രോക്ക് തന്നെയാണോ എന്ന് പറയാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് MRI ആ സമയത്ത് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നിട്ട് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ആ രക്തോട്ടം റീസ്റ്റോർ ചെയ്യാന്നുള്ള റീപെർഫ്യൂഷൻ. അതിന് ടൈം പീരീഡ് ഞാൻ പറഞ്ഞു, വിൻഡോ പീരീഡ് 4.5 മണിക്കൂറാണ്. അതായത് ഓൺസെറ്റ് ഓഫ് സ്ട്രോക്ക് തൊട്ട് 4.5 മണിക്കൂറിനകത്താണെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. IV ത്രോംബോലൈസിസ് എന്ന് പറയും. അത് മിക്കവാറും ഇപ്പോൾ എല്ലായിടത്തും കൊടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അത് കൊടുത്താൽ ഒരു പരിധി വരെ ആ ക്ലോട്ട് അലിയിച്ച് കളയാൻ പറ്റും. രക്തോട്ടം ശരിയാവും, ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ചിലപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ, ചിലപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉടനെ കിട്ടിയില്ലെങ്കിൽ പോലും 3 മാസത്തെ റിക്കവറി ഡെഫിനറ്റ്ലി
കൊടുക്കാത്തവരിൽ നിന്നും ബെറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ റീപെർഫ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ മേജർ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ത്രോംബലൈസിസ് ചെയ്തിട്ടും ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമി ചെയ്യാം. മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വയർ ഈ രക്തക്കുഴലിൽ കൂടി കയറ്റിയിട്ട് ആ ക്ലോട്ട് എടുത്തു കളയുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇത് നമുക്ക് റീപെർഫ്യൂഷൻ ആ 4.5 മണിക്കൂറിനകത്ത് വന്നിട്ടുള്ള രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. 4 മണിക്കൂർ ചിലപ്പോൾ മെക്കാനിക്കൽ ത്രോംബെക്ടമി മേ ബി 6 മണിക്കൂർ ചിലപ്പോൾ 12 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടുമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് പിന്നെ സ്ട്രോക്ക് പ്രിവെൻഷനാണ് പിന്നെയുള്ള ചികിത്സാ രീതി. ലൈക്ക് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നാൽ രണ്ടാമത്തെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണ് സ്ട്രോക്ക്, ഏത് ഭാഗത്താണ് എഫക്റ്റ് ചെയ്തതിന് അനുസരിച്ചിരിക്കും. അതായത് നമുക്കിപ്പം ചിലപ്പോൾ സ്വോളോയിങ് ഫങ്ഷൻ, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരാം, ബെഡ് റിഡൻ ആയിരിക്കും, കൈയൊന്നും ഒട്ടും അനക്കാൻ പറ്റാതെ ആയിരിക്കും.